ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ 10 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് കഴിഞ്ഞിട്ടില്ല. 9th മുതലുള്ള ക്വസ്റ്റ്യൻ, 9th 10th ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ തേർഡ് ക്വസ്റ്റ്യനിൽ ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ബാക്കി, 2 സബ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ചെറിയ വീഡിയോ ഇത് 9ഉം 10ഉം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഇതിൽ 9th ക്വസ്റ്റ്യൻ ഗിവൻ a is equal to 3, n is equal to 8, s is equal to, അതായത് s എന്നാണ്, s is equal to 192. ഫൈൻഡ് d മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. a equal to 3, അതുപോലെ n is equal to 8, s is equal to, sum is equal to 192 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് d is equal to question mark. അപ്പോൾ തന്നിരിക്കുന്ന സമ്മ് തന്നിട്ടുണ്ട്, 8th ടേമിൻ്റെ സമ്മാണ്. സമ്മിൻ്റെ ഇക്വേഷൻ Sn is equal to n/2 into 2a plus n-1 into d ആണ്. ഇവിടെ 8 ടേമിൻ്റെ സമ്മാണ്. n 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ S8 ആയിരിക്കും. S8 ഈക്വൽ ടു വാല്യൂ കൊടുക്കാം 8/2 into 2 into എയുടെ വാല്യൂ 3 ആണ്. 2 into 3 പ്ലസ് n-1 into d ആണ്. n നമുക്ക് 8 തന്നിട്ടുണ്ട്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ 2 ടേമൊന്നും കണ്ടുപിടിക്കാനില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ 8 - 1 അതായത് 7 into d ഈക്വൽ ടു 192 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇവിടെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ 8/2 4 into 2 into 3 6 plus 70 ഈക്വൽ ടു 192. ഇനി 6 plus 7d ഈക്വൽ ടു, ഈ 4നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ 192 ഡിവൈഡ് ബൈ 4. 6 plus 7d ഈക്വൽ ടു 48 എന്ന് കിട്ടുന്നു. അപ്പോൾ 6 plus 7d is equal to 48 ആണ്. 7d ഈക്വൽ ടു 6നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ 48 - 6 ആയി. 7d ഈക്വൽ ടു 42. Therefore d is equal to 42 divided by 7. അപ്പോൾ d is equal to 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൻ l is equal to 28. l is equal to 28. l എന്ന് പറഞ്ഞാൽ നമ്മൾ nth ടേം എന്ന് പറയും. ഇതിലെ ലാസ്റ്റ് ടേം ആണ്. അത് nth ടേം എടുക്കുന്നതാണ്. അതിനെ ലാസ്റ്റ് ടേം l എന്നും പറയുന്നു. പിന്നെ സമ്മ് വന്നിട്ടുണ്ട്, s is equal to 144 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദർ ആർ ടോട്ടൽ 9 ടൈംസ്. ടോട്ടൽ 9 ടൈംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം 28 ആണ്. അപ്പോൾ 9 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് അർത്ഥം എന്താണ്? n is equal to 9 ആണ്. ഫൈൻഡ് a is equal to n. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ലാസ്റ്റ് ടൈം ഉണ്ട്, സമ്മുണ്ട്. ലാസ്റ്റ് ടൈം അറിയാവുമ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ Sn is equal to n/2 ഇൻറ്റു, നമുക്ക് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എടുത്താൽ മതി. a പ്ലസ് n-1 d എന്നുള്ള 2a പ്ലസ് n-1 d എന്നുള്ള ഇക്വേഷനിലേക്ക് പോകണ്ട, കാരണം ലാസ്റ്റ് ടൈം ഇവിടെ അറിയാം. അപ്പോൾ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം a പ്ലസ് l അല്ലെങ്കിൽ an. ഇനി നമുക്കിൻ്റെ വാല്യൂ കൊടുക്കാം. n/2 9 ടൈംസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n-ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ 9/2 ഇൻറ്റു എയുടെ വാല്യൂ അറിയില്ല, a പ്ലസ് ലാസ്റ്റ് ടൈം 28 ആണ്, ഈക്വൽ ടു സമ്മ് 144 ആണ്. ഇനി ഈ 9/2നെ 2 കൊണ്ട് കട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ ഇവിടെ a വേരിയബിൾ ആണ്. അതുകൊണ്ട് എനെ കട്ട് ചെയ്യാൻ a/2 എന്ന് വന്ന് കോംപ്ലിക്കേഷൻ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ 9/2നെയാണ് അപ്പുറത്തേക്ക് പോകും. a പ്ലസ് 28 ഈക്വൽ ടു 144 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 9 എന്ന് എടുത്തു. ഈക്വൽ ടു 288 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 32 എന്ന് കിട്ടി. a പ്ലസ് 28 ഈക്വൽ ടു 32 ആണ്. അപ്പോൾ a ഈസ് ഈക്വൽ ടു 32 മൈനസ് 28. a ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ a മാത്രം കണ്ടുപിടിച്ചാൽ മതി. a ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ എക്സസൈസ് 5.3ലെ
തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 10 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 4th ക്വസ്റ്റ്യൻ മുതൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം.